ഹലോ പാർവതി, ഞാൻ നിന്നെ ഇന്നലെ വിളിച്ചായിരുന്നല്ലോ, നീ എന്താ ഫോൺ എടുക്കാനേ? അല്ല, വേറെ വിശേഷമൊന്നുമില്ലടി. നമ്മളൊരു ക്രീമിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞാനത് ഓൺലൈനിൽ ഓർഡർ ചെയ്തായിരുന്നു. സംഗതി ഇന്നലെ വന്നു. ഇല്ലില്ല, ഞാൻ ഉപയോഗിച്ചില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാന്ന് കരുതി. എന്നാ വിലയാടി ഇതിന്? അല്ല, എന്നാലും നല്ല റിസൾട്ട് കിട്ടുമെന്നാ പറഞ്ഞത്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാവേ. ശരി ശരി, ഓക്കെ. ഒന്നില്ലെങ്കിൽ ഡ്രസ്സ്, അല്ലെങ്കിൽ മേക്കപ്പ്, എന്തിനാ ഇങ്ങനെ കാശ് കളയണത്? കാശ് ചെലവാക്കാനുള്ളതല്ലേ അമ്മച്ചി. എന്നാലും ഇത് കുറച്ച് കൂടുതലാണ്. ഭാവിയിൽ 10 പൈസ ഇല്ലാണ്ടാകുമ്പോ പഠിച്ചോളൂ. ഞാനതങ്ങ് സഹിച്ച്. ഓ ശരി. നാട് മുഴുവൻ തെണ്ട് കിടന്ന് കാശുണ്ടാക്കാൻ എന്റെ മോൻ, അത് നശിപ്പിക്കാൻ നീയും. അയ്യടാ, അതോർത്ത് അമ്മച്ചി വിഷമിക്കണ്ട. ഈ ഒരു ക്രീം വാങ്ങിക്കാനേ അമ്മച്ചിയുടെ മോൻ 10 പൈസ എനിക്ക് തന്നിട്ടില്ല. എന്റെ വീട്ടുകാരി തന്ന പൈസ കൊണ്ടാ ഞാനിത് വാങ്ങിച്ചത്. അയ്യേ, എന്റെ മോന്റെ കാശ്. നീ എവിടെ പോണ്ടാ പോയിട്ടാ? അമ്മ, ഞാൻ ആടെ ജോർജ് കുട്ടി ഡോക്ടറെ വീട് വരെ ഒന്ന് പോകണം. എന്തോ ആവശ്യത്തിന് താലൂക്ക് ഓഫീസിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. ഇനി ഞാൻ താമസിച്ച് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ വായിരിക്കുന്ന ചീത്ത മുഴുവൻ ഞാൻ കേൾക്കുക. നീ ഇങ്ങനെ നാട്ടുകാരുടെ കാര്യം മാത്രം അന്വേഷിച്ച് നടന്നാ മതിയാ? ഒരു സൈഡിൽ കൂടി നമ്മുടെ കുടുംബത്തിൽ നശിപ്പിക്കും കൂടി നീ ശ്രദ്ധിക്ക്. അതേ സൈഡിൽ കൂടെ അതെനിക്കറിയത്തില്ല. എടാ, ആ സുമിത്ര എന്തോരം കാശാടാ നശിപ്പിക്കണത്. ഓരോ സാധനങ്ങൾ മേടിച്ച് എല്ലാ ദിവസവും ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കും. നീ ഇതൊന്നും ശ്രദ്ധിക്കണില്ലല്ല. നീ ഒന്നും ശ്രദ്ധിക്കാത്ത പോലെ നടന്നോ? എന്റെ അമ്മച്ചി കാര്യം എന്നാന്ന് വെച്ചാൽ തെളിച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. ഒരാവശ്യത്തിന് 10 പൈസ അവള് മുടക്കണണ്ട. ഇവിടുത്തെ ചെലവെല്ലാം നോക്കണം നീയല്ലേ. അവളുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അവളുടെ വീട്ടിൽ നിന്ന് നല്ല പൈസ കൊടുക്കണുണ്ട്. ചെലവാക്കൂല. എന്റെ അമ്മ, അവളുടെ വീട്ടുകാർ പൈസ കൊടുക്കുന്ന അവർക്ക് ചെലവാക്കാൻ വേണ്ടിയിട്ടല്ലേ. അമ്മ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ തിരക്കാൻ വേണ്ടി പോണത്? അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ അത് എന്നോട് പറ. എടാ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ 1 കിലോ മീൻ മേടിക്കാൻ പറഞ്ഞവളോട്. അവളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന്. ഇല്ലാഞ്ഞിട്ടാണാ? എന്റെ അമ്മ ഈ വീട്ടിൽ മീനും ഇറച്ചിയൊക്കെ തിന്ന് തന്നെയല്ലേ ജീവിക്കുന്നത്. അതെല്ലാം മേടിച്ചോണ്ട് വരുന്നത് ഈ ഞാനല്ലേ. പിന്നെ എന്തിനീ ആവശ്യമില്ലാതെ അവളോട് കഴിഞ്ഞ ആഴ്ച പൈസ ചോദിച്ചത്? അവളുടെ കാശ് കുടുംബത്തിന് ഉപകരിക്കട്ടെ എന്ന് കരുതി. അവളുടെ വീട്ടുകാർ ഇഷ്ടം പോലെ കാശ് കൊടുക്കണ്ടടാ. അവൾ എന്തിനാ അതൊക്കെ ഉപയോഗിക്കണത്? കുറെ ചുരിദാർ മേടിക്കുക, കുറെ മോത്ത് വരണ സാധനം മേടിച്ച് പറ്റുക. ഈ കല്യാണം കഴിഞ്ഞ പെണ്ണ് എന്തിനാ ഇതൊക്കെ മാറി പറ്റണത്? അമ്മച്ചി, എനിക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ച് ഞാൻ എന്റെ മുഖത്ത് കേൾക്കും. അതിലൊന്നും അമ്മച്ചി കയറി ഇടപെടണ്ട കേട്ടോ. എന്റെ സുമിത്ര, നീ വെളുത്തു സുന്ദരിയല്ലേ, പിന്നെന്തിനാണ് ഈ ക്രീമെല്ലാം മേടിച്ച് മുഖത്തോട് തേക്കുന്നത്? അയ്യോ, എന്റെ പവിത്രേട്ടാ, ഇത് വെളുക്കാനും വേണ്ടിട്ടൊന്നും അല്ല. പിന്നെ ഈ കൊറിയയിലെ ആൾക്കാരെ കണ്ടിട്ടില്ലേ, എന്തൊരു ഗ്ലോ സ്കിന്നാ അവരുടെ. അതുപോലെ തിളങ്ങാൻ വേണ്ടിട്ടാ, അല്ലാതെ വെളുക്കാനൊന്നും അല്ല. പിന്നെ അങ്ങനെ തിളങ്ങിയിട്ട് നീ സിനിമയിൽ അഭിനയിക്കാൻ പോണേല്ലേ? ഒരു തിളക്കക്കാരത്തി വന്നിരിക്കണം. അയ്യ, അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് കുറച്ച് സൗന്ദര്യമൊക്കെ ഉണ്ട്. അതെ, ദൈവം തന്നതാ. അത് കളയാതെ കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാ. അപ്പൊ എന്താ, നീ എന്താ ഐശ്വര്യ റായി ആയിട്ട് കളിക്കണ? സംശയം എന്ത്? അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അസൂയൊന്നുമില്ല. നിന്റെ പ്രായത്തില് നിന്റെ ഇലക്ട്രിക് കളർ ഉണ്ടായി. എനിക്ക് എന്തോരം ആണുങ്ങളാണെന്ന് എനിക്ക് ലവ് ലെറ്റർ തന്നേക്കണത്. എന്തോരം ആൾക്കാർ എന്റെ പുറകെ നടന്നെന്ന് അറിയാമോ? അമ്മച്ചി, അമ്മ ഒരു മകന്റെ മുന്നിൽ വെച്ച് ഈ പറയുന്നുള്ള കാര്യം ചിന്തിക്കണം കേട്ടോ. പവിത്രേട്ടാ, അമ്മച്ചി ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം പവിത്രേട്ടന് പിടി കിട്ടിയോ? എന്റെ പ്രായത്തില് അമ്മച്ചിക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. അതിനർത്ഥം എന്താ? ഇപ്പൊ സൗന്ദര്യം ഇല്ല. എന്റെ അമ്മച്ചി, ഇങ്ങനെ പ്രായം കൂടുന്നതിനനുസരിച്ച് സൗന്ദര്യം പോകാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. 75 വയസ്സായാലും ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. 2 ഐശ്വര്യറായിമാരും കൂടെ ചേർന്ന് ഈ പാവം അഭിഷേക് ബച്ചനെ ഒന്ന് പോകാൻ അനുവദിക്കാവോ? എനിക്ക് ചെന്നിട്ട് താലൂക്ക് ഓഫീസ് വരെ ഒന്ന് പോകാനുള്ളതാ. അഭിഷേക് ബച്ചൻ പോകാൻ വരട്ടെ. പെണ്ണുമ്പിള്ള പറഞ്ഞപ്പോ അഭിഷേക് ബച്ചന്റെ വായിലെന്താ നാക്കില്ലേ? എന്റെ അമ്മച്ചിക്ക് ഇപ്പൊ എന്നാ വേണ്ടേ? അമ്മച്ചി സുന്ദരിയാണ്, ഓക്കെ ആണോ? നീ ആണെങ്കി ഈ ഐശ്വര്യറായി 75 വയസ്സ് കഴിഞ്ഞാലും നീ ഇതുപോലെ സുന്ദരിയായിട്ടിരിക്കും. ഇപ്പൊ നിങ്ങളുടെ 2 പേരുടെ കാര്യത്തിൽ കോംപ്രമൈസ് ആയല്ലോ. നിനക്ക് ഇനി എന്നാണെന്ന് വെച്ചാൽ നിന്റെ മുഖത്ത് വാരി അങ്ങ് തേച്ചു. ഇനി അമ്മച്ചിക്ക് ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അത് ഞാൻ മേടിച്ചു തരാം. അമ്മച്ചിയും വാരി അങ്ങ് തേച്ചോ. എന്റെ ദൈവമേ, ഈ മുഖത്ത് സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി ക്രീം ഉണ്ടാക്കുന്നവന്മാർ കുടുംബസമാധാനം ഉണ്ടാക്കുന്ന ഒരു ക്രീമും കൂടെ കണ്ടുപിടിക്കാൻ മേലായിരുന്നു. അതെ, അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ഇതുപോലെ സൗന്ദര്യം ഉണ്ടാകണേ മനസ്സും കൂടി നന്നാവണം കേട്ടോ. ഇച്ചായ, ദേ ഈ ക്രീമാണ് കേട്ടോ വാങ്ങിക്കേണ്ടത്. എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്ത് ക്രീം? ഫസ്റ്റ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇച്ചായ, ടിവിയിൽ പരസ്യം കാണിക്കുന്ന ഫെയർനെസ് ക്രീം. നീ പറയുന്ന കാര്യങ്ങൾ മൊത്തം ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയല്ല. ഫെയർനെസ് ക്രീം. ഈ ക്രീം 2 ആഴ്ച ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നുണ്ടല്ലോ വെട്ടിത്തിളങ്ങും. എന്റെ പൊന്നുമോളുടെ സ്കിൻ ഇപ്പോഴേ വെട്ടി തിളങ്ങല്ലേ? ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ തിളക്കം എന്തിനാ? വലിയ കുഴപ്പമൊന്നുമില്ല.
ഇച്ചിരി കൂടെ തിളങ്ങിന്ന് വെച്ചിട്ട് ഇച്ചാന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. എന്റെ ഇച്ചായ, എനിക്ക് പ്രായം കൂടി കൂടി വരികയല്ലേ, അപ്പൊ സ്കിന്ന് കുറച്ച് ഡള്ളാവും. ഇപ്പോഴേ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിലേക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്റെ പൊന്നു മക്കളെ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ, ഇനി ഈ തിളക്കം കൂട്ടിയിട്ട് ആരെ കാണിക്കാനാ? എനിക്ക് ഈ തിളക്കം ഓക്കെയാണ്. ഞാനൊരു കല്യാണം കഴിച്ചു പോയെന്ന് വിചാരിച്ചിട്ട് എന്റെ സൗന്ദര്യം ഞാൻ നോക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇച്ചായന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? ഇച്ചായൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാതെയും കുളിക്കാതെയും ഷർട്ട് തേക്കാതെയും മുടി ചെയ്യാതെയൊക്കെയാണോ ഹോസ്പിറ്റലിൽ പോണത്? നല്ല കമ്പാരിസൺ, നല്ല സൂപ്പർ കമ്പാരിസൺ കേട്ടോ. എടി, പല്ല് തേക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്ന എന്തിനാണ്? ശുദ്ധിയായിട്ടിരിക്കുകയാണ്. ശുദ്ധിയായിട്ടിരുന്നാൽ നമുക്ക് അസുഖം വരില്ല. പിന്നെ ഷർട്ട് തേച്ചിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അച്ചടക്കത്തിന്റെ ഭാഗമാണ്. അതുപോലെയാണോ കണ്ണി കണ്ട ഈ ക്രീമൊക്കെ വാങ്ങിച്ച് ദേഹത്തിടുന്നേ? എന്റെ ഇച്ചായ, ഈ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്താണ് ആ വ്യത്യാസം? ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗന്ദര്യം എന്ന് പറഞ്ഞ ഒരു മുഖ്യ ഘടകമാണ്. ആണ് കേട്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ പരസ്യത്തിലൊക്കെ കാണിക്കുന്ന ക്രീം എത്രത്തോളം റിലയബിൾ ആണ്? നമ്മൾ അതെങ്ങാനും വാങ്ങിച്ചുപയോഗിച്ച് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടായാലോ? എന്റെ പൊന്നു മോളോ, ആസ് എ ഡോക്ടർ ഞാൻ പറയുകയാണ്, ഇതൊക്കെ കാശ് തട്ടിക്കാൻ വേണ്ടി ചെയ്യുന്നതാടി. ഓഹോ, ഇച്ചാന് മാത്രമല്ലേ ഉള്ളൂ ഈ ലോകത്ത് ബുദ്ധി? ഈ പരസ്യമേ കഴിഞ്ഞ 3 മാസമായിട്ട് TV-യിൽ വരുന്നുണ്ട്. ഒരുപാട് പേര് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ആർക്കും ഒരു കുഴപ്പവും വന്നിട്ടില്ല. കുഴപ്പം വന്നിരുന്നെങ്കിൽ ഈ പരസ്യം ഇപ്പോഴും വന്നോണ്ടിരിക്കോ? ഇച്ചായ വഴക്ക് വിട്. ഞാനില്ല ഈ പരസ്യം കണ്ടപ്പോ തൊട്ടേ വിചാരിച്ചാൽ വാങ്ങിക്കണമെന്ന്. പിന്നെ ആവട്ടെ എന്ന് കരുതി. ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ ഇതിന് ഈ മരുന്ന്, ഇതിനില്ലേ വെറും 1500 രൂപയുള്ളൂ. മരുന്നാ? അല്ല, ക്രീം. വാങ്ങിക്കണേ, വെറും 1500 രൂപ വാങ്ങിക്കണം. മറക്കല്ലേ, ഞാൻ അയച്ചിട്ടേക്കാം. കയ്യൊക്കെ പിടിച്ച് എന്തൊരു സ്നേഹത്തിലാ ചോദിക്കുന്ന. അയ്യോ, വെറും 1500 രൂപയെന്ന്. TV-യിൽ വേറെ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട്, അതൊന്നും കാണൂല. ഇങ്ങനെയുള്ള ഉടായ്പ പരസ്യങ്ങളും കണ്ടിരിക്കും. കാര്യം നേടാനുള്ള ആ സ്നേഹം ഘടാതെ ആകർഷിച്ചു. സുമിത്രേ, ഈ കണ്ണിക്കണ്ട ക്രീമൊക്കെ മുഖത്ത് വാരി തേച്ചാലേ ഉള്ളതാണ് വിവരമുള്ളവരൊക്കെ പറയണത്. അതായത് ഈ വിവരമുള്ളവരൊക്കെ ഞാൻ ഈ ലോകത്ത് തന്നെ ഉള്ളതാണേ. വിവരമുള്ളവർ എന്നോടും പറഞ്ഞു തരുമോ കാര്യങ്ങളൊക്കെ? അപ്പുറത്തെ വീട്ടിലെ കൊച്ചില്ലേ, ഓൺലൈൻ വഴി ക്രീം മേടിച്ച് മുഖത്ത് പറ്റിട്ട് പൊള്ളിപ്പോയെന്ന്. ആണാ? ആ അമ്മച്ചി ഇതുപോലുള്ള പല നമ്പറുമായിട്ട് വരുമെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നല്ലതുപോലെ തിരക്കിട്ടാ ഞാൻ ഈ ക്രീം വാങ്ങിച്ചത്. അമ്മച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് ഉപയോഗിക്കും. മൂത്തവര് പറയുന്ന അനുസരിക്കുന്നതാണ് നല്ലത്. അമ്മച്ചിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ക്രീം തേച്ച് നന്നായിട്ട് തിളങ്ങി കഴിയുമ്പോൾ നാളെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ പറയും ഇത് അമ്മായിയമ്മയും മരുമോളും അല്ല, അമ്മുമ്മയും കൊച്ചുമോളുമാന്ന്. അതല്ലേ? എന്താ? ഏതായാലും നീ അത് മേടിച്ച് നല്ല കാശും കൊടുത്ത് എന്നാ അതിന്റെ ഇച്ചിരി എനിക്കും കൂടി. എങ്ങനെ? അല്ല, ഇതിന് പ്രായപരിധിയൊന്നുമില്ലല്ലോ. കുറച്ച് ഞാനും കൂടി നോക്കുകയാണെങ്കിലേ വ്യത്യാസം വരികയാണെങ്കിൽ ഇനിയും മേടിക്കല്ല. ഓ, എന്നിട്ട് ഇതല്ലല്ലോ കുഞ്ഞാതെ മോന്റെ മുമ്പ് വെച്ച് അമ്മച്ചി കുറച്ച് മുമ്പ് പറഞ്ഞത്. അപ്പൊ സർവ്വ കുറ്റവും എനിക്കായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഐശ്വര്യ റായി ആവാൻ വന്നിരിക്കുന്നു. അങ്ങനെ എന്റെ ക്രീം തേച്ചിട്ടെ അമ്മച്ചി ഇപ്പൊ ഗ്ലാമർ കൂട്ടേണ്ട കാര്യമില്ല കേട്ടോ. ഇതിന്നൊരു തരി പോലും ഞാൻ തരത്തില്ല. ഇതേ എന്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ച ക്രീമാ കേട്ടോ. ഒരു ചെറിയ ട്യൂബിന് 1500 രൂപയോ? 1500 രൂപ? നല്ല സ്വർണം കൊണ്ടുണ്ടാക്കിയാണ്. നല്ല സാധനങ്ങൾക്ക് പൈസ കൊടുക്കണം. ഇച്ചായൻ തന്നെ എപ്പോഴും പറയാറില്ലേ, പൈസയുടെ ലാഭം അല്ല നോക്കേണ്ടത്, സാധനത്തിന്റെ ഗുണമേന്മയാണെന്ന്. ഇതിന് ഗുണമേന്മയുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാവുന്ന? ഇച്ചായ, കാശ് മുടക്കി ഇവര് TV-യിൽ പരസ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാ? അവർക്ക് ലാഭം ഉള്ളതുകൊണ്ട്. അവർക്ക് ലാഭമുള്ളത് എന്തുകൊണ്ടാ? അവരുടെ സാധനം വിറ്റ് പോകുന്നത് കൊണ്ട്. അവരുടെ സാധനം വിറ്റ് പോകുന്നത് എന്തുകൊണ്ടാ? അത് നല്ലതായതുകൊണ്ട്. നല്ല ബെസ്റ്റ് സിദ്ധാന്തം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന മദ്യമാണ്. അപ്പൊ നല്ലതാണോ? അത് കുടിക്കുന്നതിന്റെ ആവശ്യം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. എന്റെ ആവശ്യം എന്തുവാ? എന്റെ മുഖം നല്ല തിളങ്ങണം, ഗ്ലോ ആവണം. അതിന് ഈ ക്രീം ബെസ്റ്റ്. ഒരു കാര്യം പറയട്ടെ, നിനക്ക് നിന്റെ സൗന്ദര്യത്തെ കുറിച്ച് ഒരു ബോധവും.
എൻ്റെ പൊന്നു മോളെ, നിന്റെ സ്കിന്നെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഗ്ലോയിങ് ആണ്. ഇറ്റ്സ് ഗ്ലോയിങ് ലൈക്ക് എനിത്തിങ്. എടീ, ആദ്യമായിട്ട് ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്ന് നിന്നെ കണ്ട പാടെ ഞാൻ തീരുമാനിച്ചു, ഇനി ഒരൊറ്റ പെണ്ണിനെ ഞാൻ കാണുകയില്ല, എനിക്കിനി വേറൊരു പെണ്ണ് വേണ്ട, നീ മാത്രം മതിയെന്ന്. എന്തുകൊണ്ടാ? എൻ്റെ പൊന്നുകളുടെ സൗന്ദര്യം. 1500 രൂപയ്ക്ക് വേണ്ടിട്ട് അമ്മാതിരി തള്ളാട്ടാ തള്ളണത്. തള്ളല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. എടി, കല്യാണം കഴിച്ചിട്ട് ഇത്രയും നാളായില്ലേ? എൻ്റെ പൊന്നു മോളെ, ഇതുവരെയും നിന്റെ സൗന്ദര്യത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. നിന്റെ സ്കിന്ന് ബേബി സ്കിന്നായിരുന്നു. ഇപ്പോഴും തൊടുമ്പോണ്ടല്ലോ എന്തൊരു ബേബി സ്കിന്നാടി നിന്റെ കണ്ണ്, നിന്റെ മൂക്ക്, നിന്റെ ചിരി. അയ്യോ, ഇത് നീ സൗന്ദര്യധാമമാണ്. എന്തുകൊണ്ടാ നിന്റെ മുഖത്തിന്റെ ഗ്ലോ ഇതുവരെ പോകാത്തത്? എന്തുകൊണ്ടാ? ഒരു കെമിക്കൽ നീ നിന്റെ മുഖത്ത് അപ്ലൈ ചെയ്യാത്തോണ്ട്. ആണോ? ആ ഇച്ചായ, ഈ നമ്പറിലൊന്നും ഞാൻ വീഴൂല. ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് ഇച്ചായൻ്റെ അടുത്ത് ഞാൻ ഒരു ആവശ്യവും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞാണ്, അതിൽ ഇച്ചായം പിശുക കാണിക്കരുത്, എനിക്ക് വാങ്ങിച്ചു തന്നേ പറ്റത്തുള്ളൂ. പൊന്നു മോളെ, നമ്മൾ അറിഞ്ഞൂടാത്ത സാധനമൊക്കെ എടുത്ത് മുഖത്ത് തേച്ച് അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാകരുത്. ആണോ? ഓ, ഈ ലോകത്തിലുള്ള സകലമാന പെണ്ണുങ്ങൾക്കും വാങ്ങിച്ച് തേക്കാം, ആലീസിന് മാത്രം പറ്റൂല അല്ലേ? സകലമാന പെണ്ണുങ്ങളും തേക്കുന്നത് നിന്നോട് ആരാ പറഞ്ഞത്? ഉദാഹരണത്തിന് ഹോസ്പിറ്റലിൽ അനുരാധ എടുക്കുക. അനുരാധ മുഖത്ത് ഒരു കോസ്മെറ്റിക്സും ഉപയോഗിക്കുന്നില്ല. ഞാൻ ഒരു ദിവസം അനുരാധയോട് ചോദിച്ചു, അനുരാധ എന്താ കോസ്മെറ്റിക്സ് ഒന്നും ഉപയോഗിക്കാത്തതെന്ന്. അപ്പോൾ പുള്ളിക്കാരി പറയുക, പുള്ളിക്ക് നാച്ചുറൽ ആയിട്ടൊരു സൗന്ദര്യമുണ്ട്, അതിൽ ഒരു കോസ്മെറ്റിക്സ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഷീ ലൈക്സ് നാച്ചുറൽ ബ്യൂട്ടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടാത്ത നാച്ചുറൽ ബ്യൂട്ടിയെ കുറിച്ച് നീ ചിന്തിക്കേ. നീ ഇതിനെക്കുറിച്ച് വ്യക്തമായി ചിന്തിച്ച് സ്വബുദ്ധിയിൽ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുക. വായിക്കാനല്ലേ നീ എന്തിനാ പത്രം എടുത്തേ? ഇച്ചായ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഇത്രയും വർഷത്തിനിടയ്ക്ക് ഈ കോസ് ബിസ്ക്കറ്റ് വാങ്ങിക്കുന്ന കാര്യം ഞാൻ എപ്പോഴെങ്കിലും ഇച്ചായനോട് പറഞ്ഞിട്ടുണ്ടോ? കോസ് ബിസ്ക്കറ്റ് അല്ല, കോസ്മെറ്റിക്. പൊന്നുമോളെ, തർക്കം വേണ്ട, നിനക്ക് ഞാൻ ആ ക്രീം മേടിച്ചു തന്നിരിക്കും. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഞാൻ ചോദിച്ച ഇച്ചായൻ സമാധാനം പറ. ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് ഞാൻ ഇച്ചായനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിക്കാത്തത് എന്താണ്, ഉപയോഗിക്കാത്തത് എന്താണെന്ന് ഇച്ചായൻ എന്നോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. പിന്നെ എന്നോട് ചോദിക്കാത്ത ചോദ്യം എന്തിനാ നിങ്ങൾ അനുരാധയോട് പോയി ചോദിച്ചത്? വേറെ കാര്യം ആലോചിക്കാൻ ടൈം എടുക്കല്ലേ? ഇച്ചായൻ തന്നെ അടുക്കളയിൽ വെച്ച് പറഞ്ഞത്. അത് വെറുതെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ വന്നതാ. കാഷ്വലായിട്ട് സംസാരിക്കുമ്പോ വേറെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം. അനുരാധ എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കാം, അനുരാധയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കാം, ഇപ്പൊ സമയം എത്രയെന്ന് ചോദിക്കാം, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് ചോദിക്കാം. ഇതൊന്നും ചോദിച്ചില്ലല്ലോ. ഈ കോസ്മെറ്റിക് അതിന്റെ കാര്യം ചോദിച്ചെന്തിനാന്നേ? ചേടാപാട്, ഇതെന്തൊരു മാരണമാണ്. ഹിച്ചായ, എന്നോട് ചോദിക്കാത്ത ചോദ്യം അവളോട് ചോദിച്ചെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. എന്നെ അത്ര മണ്ടിയാക്കല്ലേ. നീ മണ്ടിയൊന്നുമല്ല. ഇത്രയും നേരം ക്രീം ആയിരുന്നു നിന്റെ പ്രശ്നം. അത് പതുക്കെ നൈസായിട്ട് അനുരാധയുടെ തലയെ കൊണ്ടിട്ടു. നിനക്ക് ഞാൻ ഈ ക്രീം മേടിച്ചു തരും, നീ ഇത് മുഖത്ത് വാരിയിട്ടോ. ബാക്കി വരുന്നത് എന്താണെന്ന് വെച്ചാൽ നീ തന്നെ അനുഭവിച്ചോ. പത്രം ഇട്. ആ സാറേ, നമസ്കാരം. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും രണ്ടുപേരും അവിടെ പോര് തുടങ്ങി. അങ്ങനെ ഇട്ടേച്ചിറങ്ങി വരാൻ പറ്റുമോ? അഥവാ ഞാൻ ഇട്ടേച്ചിറങ്ങി പോന്നു കഴിഞ്ഞാൽ തിരിച്ച് വൈകിട്ട് വീട്ടിൽ ചെല്ലാൻ നേരത്ത് രണ്ടുപേരിൽ ഒരാളെ വീട്ടിൽ കാണുള്ളൂ. പിന്നെ അവരെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് ഇറങ്ങി, അതാ താമസിച്ചത്. പവിത്ര, താലൂക്ക് ഓഫീസിൽ പ്രഭാകരൻ സാർ 11 മണി വരെ ഉണ്ടാവും. അപ്പൊ അതിന് മുന്നേ അവിടെ ചെന്ന് കാര്യം പറഞ്ഞേക്കണം. പ്രഭാകരൻ സാർ പോയാൽ പിന്നെ കാര്യം നടക്കത്തില്ല. ഇല്ല ഞാൻ 11 മണിയാകുമ്പോൾ എത്തി. നമുക്കത് ചെല്ലാനല്ലേ പറ്റുള്ളൂ. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതുവല്ല അറിയണോ? നേരം വെളുക്കണം, വഴക്കുണ്ടാക്കണം, അതല്ല ചിന്ത വേറെ എന്നാ ഉള്ളത്. അങ്ങനെ സകല പെണ്ണുങ്ങളെ അടച്ച് ആക്ഷേപിക്കല്ലേ പവിത്ര. വീട്ടിലെ സകല കാര്യങ്ങളും ചെയ്യാനായിട്ട് പെണ്ണുങ്ങൾ വേണം. ഈ പെണ്ണുങ്ങൾ ഒരു ദിവസം അടുക്കള കയറിയില്ലെങ്കിലേ മിക്ക ആണുങ്ങളും പട്ടിണിയായിരിക്കും. എന്നിട്ട് എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങളെ സർവത്ര പുച്ഛം. എനിക്കൊരു പുച്ഛവും ഇല്ല. വല്ല ആവശ്യമുള്ള കാര്യത്തിന് കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കാര്യമുണ്ട്. ഇത് ഈ മുഖത്ത് നിൽക്കുന്ന ക്രീമിന്റെ ഒക്കെ പേരും പറഞ്ഞ് വെള്ളം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുള്ള കേസാണോ? എന്റെ സാറേ, ഈ ടി വിക്കകത്ത് മുഖത്ത് തേക്കുന്ന ക്രീമിന്റെ അതിന്റെ പരസ്യം കണ്ട് ഈ ക്രീം മേടിച്ച് തേച്ചതിന് ശേഷം സുമിത്ര ഐശ്വര്യ റായി ആണ് അവള് പറയുന്നത്. അമ്മച്ചി വിട്ടുകൊടുക്കുവോ? അമ്മച്ചി പറയുന്ന അമ്മച്ചി പണ്ട് ഐശ്വര്യ റായി ആണ്.
ഈ ഐശ്വര്യറായ്മാരുടെ കീഴെ കിടന്ന് എനിക്ക് ഒരു സമാധാനമില്ല. ഒരു കാര്യം ചെയ്യും, ചെന്നിട്ട് ആ 11 മണിക്ക് മുമ്പേ പ്രഭാകരൻ സാറിനെ കണ്ട് ഈ കാര്യം പറ. എന്നാ പിന്നെ ഞാൻ താലൂക്ക് ഓഫീസിലോട്ട് പോവാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. സാർ ആ പ്രഭാകരൻ സാറിനൊന്ന് വിളിച്ചിട്ട് കേട്ടോ. ആ വിളിച്ചേക്കാം. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാ ഞാൻ പറഞ്ഞ ക്രീം തന്നെയല്ലേ സുമിത്രയും തേച്ചത്? ഇച്ചായൻ എന്താ പറഞ്ഞത്? ആ ക്രീം തേച്ച് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, അതൊക്കെ ഭയങ്കര തട്ടിപ്പാന്നല്ലേ. ഇപ്പൊ അത് തേച്ചിട്ടല്ലേ സുമിത്രക്ക് ഭയങ്കര ഗ്ലാമർ കൂടിയത്. സുമിത്രയ്ക്ക് ഗ്ലാമർ കൂടിയത് ഞാൻ കണ്ടില്ല. ഇച്ചായൻ കാണണ്ട, അതൊക്കെ പവിത്രം കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാനേ എന്തായാലും ഒന്ന് സുമിത്രനെ വിളിക്കട്ടെ. നീ ഞാൻ കണ്ട ക്രീം തന്നെയാണോ സുമിത്ര വാങ്ങിച്ച് തേച്ചെന്ന് ചോദിക്കണമല്ലോ. നീ ഇങ്ങോട്ട് കുത്താതെ. അല്ലെ, എന്തായാലും അവിടെ പരീക്ഷ അത് വിജയിച്ച്, എന്നാലും ഒന്ന് സംശയം തീർക്കണ്ടേ, ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. ശല്യം. ഹലോ ആലീസ് ചേച്ചി. ആ സുമിത്രേ, ഞാൻ അങ്ങോട്ട് വിളിക്കാനായിട്ട് ഇരിക്കുവായിരുന്നു. പിന്നെ പവിത്രം പറഞ്ഞു സുമിത്ര ഏതോ ക്രീം വാങ്ങിച്ച് തേച്ചിട്ട് നല്ല വ്യത്യാസം ഉണ്ടെന്ന്. ഈ TV-യിൽ പരസ്യം കാണുന്ന ക്രീം തന്നെയാണോ വാങ്ങിച്ചത്? ആ അത് തന്നെയാ ചേച്ചി ഞാൻ വാങ്ങിയത്. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരിയെ അവൾ അത് ഉപയോഗിച്ചിട്ട് 2 ആഴ്ച കൊണ്ട് തന്നെ നല്ല വ്യത്യാസം ഉണ്ടെന്നാ പറഞ്ഞത്. ആണോ? ഞാനും അത് വാങ്ങിക്കണോന്നേ ഇച്ചായനോട് പറയായിരുന്നു. ഇച്ചാനാണെങ്കിൽ അതിന് ഇത്തിരി വില കൂടുതലാണല്ലോ എന്നുള്ളൊരു പ്രയാസം. എന്റെ ചേച്ചി, റിസൾട്ട് വെച്ച് നോക്കുമ്പോഴേ ഈ വിലയൊന്നും വലിയ വിലയല്ല. ഇത് 1 മാസം ഉപയോഗിക്കാം. ആലീസ് ചേച്ചി എന്തായാലും ഒന്ന് വാങ്ങണേ. ആ ഉറപ്പായിട്ട് വാങ്ങിക്കാം. ആ പിന്നെ ചേച്ചി ഉപയോഗിക്കേണ്ട എങ്ങനെയാന്നൊക്കെ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ചേച്ചി അത് വായിച്ചങ്ങ് ചെയ്താൽ മതി. ശരി ശരി, ഞാൻ എന്തായാലും ഇന്ന് തന്നെ വാങ്ങിപ്പിക്കുന്നുണ്ട് ആ ക്രീം. ശരി എന്നാ സുമിത്രേ, ഓക്കെ. സുമിത്രയായിരുന്നു. ദേ ഇച്ചാൻ എന്തൊക്കെ ന്യായം പറഞ്ഞാലും എനിക്ക് ആ ക്രീം ഇന്ന് തന്നെ വാങ്ങിച്ചു തരണം. ഇനി ഇച്ചാൻ അത് വാങ്ങിച്ചു തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞോളാം. അപ്പച്ചൻ 1 ട്യൂബിന് പകരം എനിക്ക് 100 ട്യൂബ് വാങ്ങിച്ചു തരും. വേണ്ട, നീ നിന്റെ അപ്പച്ചനോട് പറയണ്ട, ഞാൻ തന്നെ മേടിച്ചു തരാം. അവസാനം അത് ഇട്ടിട്ട് എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ നീ തന്നെ സഹിച്ചേക്കണം. ഞാൻ സഹിച്ചോ. എന്താവോ എന്തോ, വാങ്ങിച്ചു കൊടുക്കാം, അനുഭവിക്കട്ടെ. സുമിത്രേ, നീ കഴിക്കാൻ വല്ല എടുത്തു നോക്ക്. നല്ല വിശപ്പൻ്റെ അമ്മേ. എന്തെടുത്ത് വെക്കാൻ? ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നും ഉണ്ടാക്കിയില്ലേ? ആ അതിനൊന്നും ഉണ്ടാക്കായിരുന്നു. എനിക്കറിയില്ല. അതിന് ഞാൻ ഇവിടുത്തെ ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മയും മരുമോളും വീണ്ടും കിടന്ന് വെള്ളം ഉണ്ടാക്കിയോ? ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ അമ്മച്ചി എന്തി? എനിക്കറിയില്ല. ഈ സുമിത്ര എനിക്ക് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. രാവിലെ നാട് മുഴുവൻ തെണ്ട് നടന്നിട്ട് തിരിച്ച് വീട്ടോട് കയറി വരാത്തടത്ത് കഴിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞില്ലേ പവിത്രേട്ടാ? രാവിലെ പവിത്രത്തെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ ഉടനെ അമ്മച്ചി എൻ്റെ അടുത്തേക്ക് വന്നു. ഏതായാലും നീ അത് മേടിച്ച് നല്ല കാശും കൊടുത്ത്, എന്നാ അതിന്റെ ഇച്ചിരി എനിക്കും കൂടി. എങ്ങനെ? അല്ല, ഇതിന് പ്രായപരിധിയൊന്നുമില്ലല്ലോ. കുറച്ച് ഞാനും കൂടി നോക്കുകയാണെങ്കിലേ വ്യത്യാസം വരികയാണെങ്കിൽ ഇനിയും മേടിക്കല്ല. യാതൊരു കാരണവശാലും ക്രീം തരില്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ 10,500 രൂപയുടെ ക്രീം അമ്മച്ചിക്ക് എന്തിനാ? അപ്പ കയറി കഥ അടച്ചതാ മുറിയിലും. ബെസ്റ്റ്. എനിക്കൊന്ന് വിളിക്കാൻ മേലായിരുന്നു. വിളിച്ച് കഥക് തുറക്കണ്ടേ? കഥക് തുറക്കുന്ന പോയിട്ടൊന്നും മിണ്ടുന്ന കൂടിയില്ല. മിണ്ടുന്നില്ലല്ലോ. ആ എന്റെ ഭഗവാൻ, എന്റെ അമ്മച്ചി വല്ല സാഹസം കാണിച്ചു കാണോ? എന്ത് സാഹസം? ഓ അങ്ങനെ. എന്റെ പവിത്രേട്ടാ, ഒരു ക്രീം മുഖത്ത് തേക്കാൻ കൊടുത്തില്ലെന്ന് വന്നിട്ടേ ചരിത്രത്തിൽ ഇതുവരെ ആരും ആത്മഹത്യ ചെയ്തായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്റെ തിരുനാക്കെടുത്ത് വളയ്ക്കാതെ നീ വന്നേ, അത് നോക്കാം. അമ്മേ, അമ്മച്ചേ, അമ്മേ, അമ്മേ, എന്റെ അമ്മച്ചി വാതിൽ തുറന്നു. എന്നാണ് വലിയ കൊച്ചു പിള്ളേരെ കൂട്ടിച്ചുമ്പോ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് കഥ കുറച്ച് കുറ്റിയിട്ട് അതിനകത്തിരിക്കാൻ വേണ്ടി. കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്. അമ്മച്ചി മിണ്ടുന്നില്ല. അമ്മേ, അമ്മേ തുറക്ക അമ്മച്ചി. അമ്മയ്ക്ക് എന്നാ വേണ്ടത്? അവള് ക്രീം തന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ മേടിച്ചു തരാം അമ്മയ്ക്ക് ആ ക്രീം. എന്നാ നിന്നെ ഞാൻ കൊല്ലും. ചത്തിട്ടില്ല, ജീവനുണ്ട്. അമ്മച്ചി, അമ്മ ഈ കഥ ഒന്ന് തുറക്കമ്മേ. ഇനി എന്നെ വല്ല ഊണ് ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഊണ് മേടിക്കാം. അമ്മേ ആദ്യം കഥ ഒന്ന് തുറക്ക്. അമ്മേ, ഇനി എനിക്ക് ദേഷ്യപ്പെടുന്നുണ്ടോ? ഞാൻ ഈ കഥ ചവിട്ടി പൊളിക്കുള്ളൂ. അയ്യോ, കഥക് ചവിട്ടി പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റെഡിയാക്കാൻ കാശ് വേണ്ടേ? നീ ഒന്ന് മിണ്ടാതിരിക്കോ അമ്മച്ചി. ഇതെന്നാ നമ്മുടെ മുഖത്തൊക്കെ? എടാ, ഇവളൊരു സാധനം മേടിച്ചവിടെ വെച്ചില്ലായിരുന്ന. അങ്ങനെ എന്റെ ക്രീം തേച്ചിട്ടെ അമ്മച്ചി ഇപ്പക്ക് ഗ്ലാമർ കൂട്ടേണ്ട കാര്യമില്ല കേട്ടോ. ഇതിന്നൊരു തരി പോലും ഞാൻ തരത്തില്ല. ഇതേ എന്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ച ക്രീമാ കേട്ടോ.
ആ ദുഷ്ട മേടിച്ചിട്ട് സാധനം പറ്റിട്ടാണ് ഇങ്ങനെ. എന്റെ സുമിത്ര, നിന്നോടൊരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമാതിരി സാധനങ്ങൾ ഇവിടെ മേടിക്കരുതെന്ന്. ആ അത് ശരി. എന്റെ ക്രീമേ ഞാൻ അറിയാതെ കട്ടെടുത്തിട്ടേനെ ദൈവം കൊടുത്ത ശിക്ഷയായത് അനുഭവിക്കട്ടെ. എന്റെ അമ്മയുടെ മുഖം ഇനി ഞാൻ പഴയതുപോലെ എങ്ങനെ ആക്കൂടി? ഗ്ലാമർ കൂട്ടിയതല്ലേ, നല്ലോണം ചുവന്ന് തുടുത്തിട്ടുണ്ട് നോക്കിയേ.